രാവിലെ തന്നെ ഒരു സ്കെച്ചൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ വില്ലേജിലേക്ക് ഇറങ്ങിയൊക്കെയാണ് കേട്ടോ. ഗ്രാമത്തിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വരയ്ക്കാന്നുള്ളതാണ്. എവിടെ നോക്കി കഴിഞ്ഞാലും മനോഹരമായിട്ടുള്ള ഫ്രെയിംസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ കുറേ നേരം കറങ്ങി തിരിഞ്ഞ് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ കുളത്തിന്റെ നടുക്ക് ഒരു പണ്ടേലിന്റെ ഡൈറ്റീന്റെ ആർമേച്ചർ കണ്ടു കേട്ടോ. അപ്പൊ അത് വരയ്ക്കാന്ന് വിചാരിച്ചു. ബംഗാളില് കാളി പൂജ, ദുർഗാ പൂജ, വിനായക പൂജ അങ്ങനെ കുറേ പൂജകൾ ഉണ്ട് കേട്ടോ വർഷം തോറും. പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള പണ്ടേൽസിന്റെ ഉള്ളില് ദേവി ദേവന്മാരുടെ ശില്പം മണ്ണും വൈക്കോലും കുഴച്ചുണ്ടാക്കി വെക്കും. പൂജയുടെ അവസാന ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു ജലാശയത്തിൽ കൊണ്ടുപോയിട്ട് ഈ ശില്പങ്ങളെ വിസർജനം ചെയ്യും. ശില്പം അതോടുകൂടി അവിടെ ഉപേക്ഷിക്കപ്പെടുകയാണ് കേട്ടോ. അതിലെ മണ്ണ് വെള്ളത്തിൽ കുതിർന്ന് അലിഞ്ഞു പോവും. ബാക്കി അതിൽ അവശേഷിക്കുന്നത് ആ ഒരു വൈക്കോൽ കൊണ്ട് കെട്ടിയിട്ടുള്ള ആർമേച്ചറാണ്. ഈ ഒരു പുള്ളിയില് ഞാൻ വിശക്കുമ്പോ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഫ്രൂട്ട്സ് ഞാൻ അറിയാണ്ട് എന്റെ പിന്നിൽ കൂടെ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എനിക്ക് ആ കൂടെ കിട്ടിയത് ഒരു പഴമാണ്. അതിനിടയ്ക്ക് കുളത്തിന്റെ സൈഡിൽ നിന്ന് ഒരു തരം ചീര പറിക്കാൻ വേണ്ടിയിട്ട് ഒരു താദ്യം ആളുടെ പേരക്കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും ഇളയത് ആ ചീര മൊത്തം താഴെ ഇടുന്നതിന്റെ പരാതിയാണ് കേട്ടോ ആള് പറയണത്. അങ്ങനെ ഈ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഏതോ ഒരു പൂജയുടെ പണ്ടേലിന്റെ ഡയറ്റീനാണ് കേട്ടോ ഞാൻ ഈ വരയ്ക്കുന്നത്. ഇതുപോലെ വിസർജ്യം കഴിഞ്ഞിട്ടുള്ള ശില്പങ്ങള് ബംഗാളിന്റെ ഒരുവിധപ്പെട്ടിട്ടുള്ള കുളത്തിലും പുഴകളുടെ ഒക്കെ സൈഡിലും നമുക്ക് കാണാൻ പറ്റും. ബാക്കി വിശേഷം നാളെ രാവിലെ പറയാട്ടോ. ടാറ്റാ.